ഓക്കെ. അപ്പോൾ ഇന്നലെ നമ്മൾ ജസ്റ്റ് വെക്ടർ സ്പേസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ സബ് സ്പേസ് ഒക്കെ ഡിഫൈൻ ചെയ്തു. അതിൻ്റെ ഒരു റിസൾട്ട് നമ്മൾ കണ്ടു സബ് സ്പേസിൻ്റെ. ഇന്ന് നമുക്ക് ജസ്റ്റ് കുറച്ച് എക്സാമ്പിൾസ് ചെയ്യാം. ആദ്യം സബ് സ്പേസ് ആണോ ചെക്ക് ചെയ്യുന്ന കുറച്ച് എക്സാമ്പിൾസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം. അപ്പം നമ്മൾ ഈ സെക്കൻഡ്, അതായത് ബി നോക്കാം. So V is actually f power n with W is a set of all vectors in V such that x1 is equal to 0. ഈ എഫ് പവർ എന്തായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്? എഫ് ഇസ് എ ഫീൽഡ് ആൻഡ് വി is taken as എഫ് പവർ എൻ. അതായത് എഫ് ഒരു ഫീൽഡാക്കി എടുത്തു നമ്മൾ, എഫ് ക്രോസ് എഫ്, റൈറ്റ്? സോ ഇവിടെ എലിമെന്റ്സ് എടുക്കുന്നത് നമ്മൾ n ട്യൂപ്പിൾസ് ആണ്. ഓക്കെ, ഇവിടുത്തെ എലിമെന്റ്സ്, അതായത് ഇവിടുത്തെ വെക്ടേഴ്സ്, ഈ വെക്ടർ സ്പേസിന്റെ ഇവിടെ ഫീൽഡ് എന്താ വരിക? ഫീൽഡ് എടുക്കുക നമ്മൾ സെയിം എഫ് തന്നെയാണ്. എന്താണ് നമ്മൾ എടുത്ത ഫീൽഡ്, അത് തന്നെയാണ് നമ്മൾ എഫും വരിക. ഇവിടുത്തെ എലിമെന്റ്സ് ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിൽ ബി n ട്യൂപ്പിൾസ്. സോ ചോദ്യം ഇതാണ്, W is set of all vectors in V such that x1 is equal to 0. അതായത് നമ്മൾ ഈ വിന്റെ ഒരു സബ്സെറ്റ് എടുക്കുക നമ്മൾ W. ഈ ഡബ്ല്യൂയിലെ വെക്ടേഴ്സിന്റെ പ്രത്യേകത എന്താണ്? സെറ്റ് ഓഫ് ഓൾ വെക്ടേഴ്സ് ഇൻ വി ഫോർ വിച്ച് x1 is 0. x1 അതായത് ഫസ്റ്റ് കോർഡിനേറ്റ്, x1 0 ആണ്. 0, x2 എക്സെട്ര xn, വേർ x2, x3 എക്സെട്ര xn ബിലോങ്സ് ടു f. അപ്പോൾ ഇവിടെ ഇതൊരു സബ് സ്പേസ് ആണോ എന്നാണ് ചോദ്യം. സബ് സ്പേസ് ആണോ അത്? ഇവിടെയുള്ള എഡീഷൻ യൂഷ്വൽ എഡീഷൻ ആണ്, യൂഷ്വൽ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തൊരു വെക്ടർ സ്പേസ് ആണ് എഫ് പവർ എൻ ഓവർ എഫ്. ഇവിടെ എഫ് ഏത് ഫീൽഡ് നമുക്ക് എടുക്കാം, കോംപ്ലക്സ് നമ്പേഴ്സ് എടുക്കാം, റാഷണൽസ്, റിയൽ നമ്പേഴ്സ് എല്ലാം എടുക്കാം. അപ്പോൾ ഇതൊരു സബ് സ്പേസ് ആണോ? ഈ നമ്മൾ എഴുതിയിരിക്കുന്ന ഡബ്ല്യു ഒരു സബ് സ്പേസ് ആണോ? എങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യാം? നമ്മൾ ഇന്നലെ റിസൾട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ റിസൾട്ട് നമുക്ക് ഉപയോഗിച്ചാൽ നമുക്കിത് ചെക്ക് ചെയ്യാൻ പറ്റും. എന്താ നമ്മൾ ചെയ്യേണ്ടതിന്? നമ്മൾ ചെയ്യേണ്ടത് ഡബ്ല്യൂന്ന് രണ്ട് വെക്ടേഴ്സ് എടുക്കും. പറയൂ. ആൽഫയും ബീറ്റ എടുത്താണ്ട് സി ആൽഫ പ്ലസ് ബീറ്റ ഡബ്ല്യൂയിൽ ഉണ്ടാവണം. അതെ, അതിൻ്റെ ഒരു സി നമ്മൾ ഫീൽഡിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ സി ആൽഫ പ്ലസ് ബീറ്റ വീണ്ടും ഡബ്ല്യൂ ഉണ്ടാവണം. അപ്പോൾ ഈ കേസിൽ അത് ശരിയാവുമോ? ഈ കേസിൽ നമ്മൾ ആൽഫ ഒരു എലിമെന്റ് എടുത്തു, ഇവിടെ ബീറ്റ നമുക്ക് വേറെ എലിമെന്റ് എടുക്കാം, y1, y2 എക്സെട്ര yn. എൻ്റെ സി ഒരു കോൺസ്റ്റന്റ് എഫ് എന്ന് എടുത്തു. അപ്പം സി ടൈംസ് x1, എന്താണ് ആൽഫയും ബീറ്റിന്റെ പ്രത്യേകത? നമ്മൾ ആൽഫയും ബീറ്റും ഡബ്ല്യൂ എടുക്കുമ്പോൾ അതിന്റെ x1, അതായത് ഫസ്റ്റ് കോർഡിനേറ്റ് അല്ലേ, ഫസ്റ്റ് കോർഡിനേറ്റ് 0 ആണല്ലേ, ഇതെന്നെ കിട്ടും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഞാനിപ്പോൾ എടുക്കുന്ന ഒരു കാര്യം ചെയ്യാം, ജസ്റ്റ് ഇവിടെ എഴുതാം. I'll take alpha as 0, x2 etc. xn, beta as 0, y2 etc. yn. ഫസ്റ്റ് കോർഡിനേറ്റ് 0 ആയി, അത്രേ ഉള്ളൂ. അപ്പോൾ സി ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുമ്പം സി ടൈംസ് ഇവിടെ സ്കേലാർ മൾട്ടിപ്ലിക്കേഷനാണ് വരുന്നത്, ഈ ഡോട്ട് നമ്മൾ ഡിഫൈൻ ചെയ്ത ഡോട്ട്, വെക്ടർ സ്പേസിനെ സെക്കൻഡ് ഓപ്പറേഷൻ ഡോട്ട്, സി ഡോട്ട് 0, x2 എക്സെട്ര xn സി ആൽഫ പ്ലസ് ബീറ്റ y2 എക്സെട്ര yn. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ യൂഷ്വൽ അഡീഷൻ ആണ്, കോമ്പൗണ്ട് വൈസ് നമ്മൾ അഡീഷൻ ചെയ്യുക. ഇവിടെ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ഓരോ ടേമിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 0 സി x2 എക്സെട്ര സി xn പ്ലസ് 0 y2 എക്സെട്ര yn എന്ന് കിട്ടും. വേറെ ഒന്നുമല്ല, ഫസ്റ്റ് കോർഡിനേറ്റ് 0 ആയിരിക്കും അല്ലെ, 0 പ്ലസ് 0 0 വരും. സെക്കൻഡ് കോർഡിനേറ്റ് സി x2 പ്ലസ് y2 എക്സെട്ര ലാസ്റ്റ് കോർഡിനേറ്റ് സി xn പ്ലസ് yn വരും അല്ലേ. ഓക്കെ, അപ്പം ഇത് ഡബ്ല്യൂലുണ്ടോ? ഡബ്ല്യൂലുണ്ട്, കാരണം ഇതിൻ്റെയും ഫസ്റ്റ് കോർഡിനേറ്റ് 0 ആണ്. റിമൈനിങ് എലിമെന്റ്സ് എല്ലാം
എഫിലുള്ള എലിമെന്റ്സ് തന്നെയാണ് വരിക അല്ലേ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യാം സബ്സ്പേസ് ആണോ നമ്മൾ ഇങ്ങനെയാണ് ചെക്ക് ചെയ്യാം. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഈ സി തേർഡ് എക്സാമ്പിൾ, ഇത് നമ്മൾ എടുത്തൊരു വെക്ടർ സ്പേസ് ആയിരുന്നു, അതായത് സ്പേസ് ഓഫ് ഓൾ n/n മെട്രിസസ് ഓവർ ദ ഫീൽഡ് എഫ്. അതായത് സ്പേസ് ഓഫ്, അതായത് എല്ലാ n/n മെട്രിസസിൻ്റെയും ഒരു കളക്ഷൻ എടുക്കുക നമ്മൾ ഓവർ സം ഫീൽഡ് എഫ്. എന്നിട്ട് W എടുക്കുന്ന നമ്മൾ സെറ്റ് ഓഫ് ഓൾ സിമെട്രിക് മെട്രിസസ് ഇൻ വി എടുക്കുന്നത്. ഓക്കെ, W എന്ന് എടുക്കുന്നത് ഒരു സബ്സെറ്റ് ഓഫ് വി ആണ്. ഇവിടെ എല്ലാ മെട്രിസസ് ഉണ്ട് n/n ഓർഡറുള്ള. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് സിമെട്രിക് മെട്രിസസ് മാത്രം നമ്മൾ മാറ്റി വെക്കുകയാണ്. എന്നിട്ട് ആ കളക്ഷൻ നമ്മൾ W എന്ന് വിളിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പം ആ ഒരു W എന്താ പറയാ, സബ്സ്പേസ് ആണോ എന്നാണ് ചോദ്യം. അപ്പം ഈ സിമെട്രിക് മെട്രിക്സ് എന്നാൽ എന്താണ്? n/n മെട്രിക്സ് ആണ്, n/n ഓർഡർ ആണ് നമ്മൾ എടുത്തിരിക്കുന്ന ഈ കേസിൽ. അപ്പോൾ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുമ്പോൾ എന്താണ് പ്രത്യേകത? എന്റെ പ്രത്യേകത എന്താണ്? what kind of matrices we call as symmetric matrices? അത് റോയും കോളൊക്കെ ഈക്വൽ ആയാണ്. റോയും കോളും ഈക്വൽ ആകുമ്പോഴാണോ അങ്ങനല്ല, റോ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുന്നത്? അങ്ങനെ AIJ is equal to AJI. എന്താണ്? AIJ is equal to AJI. അതായത് ഒരു മെട്രിക്സ് എടുക്കുക, AIJ is equal to AJI ആയിരിക്കണം അല്ലേ? അതായത് ഓരോ ഈ AIJ ഒക്കെ എന്ത് സംഭവം? ഈ സ്മോൾ AIJ എന്താ, എവിടെയുള്ള ആൾക്കാരാണ് അതൊക്കെ? പിന്നെ 3x3 മെട്രിക്സ് അതിലിപ്പോ 1ഉം പിന്നെ ഐയും 1, അഥവാ 1ത്തെ ഫസ്റ്റത്തെ എലമെന്റ്, റോയും കോളത്തിലും ഫസ്റ്റത്തെ എലമെന്റ്. പിന്നെ അടുത്ത ആവുമ്പോ 1 2 A12 ആക്കാരം, അടുത്ത A13. അത് മെട്രിക്സിലെ അല്ലേ? 3x3 ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ A11 A12 A13, സെക്കൻഡ് റോ ഫസ്റ്റ് കോളമാണ് A21, പിന്നെ A22 A23 A31 A32 A33. അതേപോലെ A13ഉം A31. ഇത് രണ്ടും സെയിം ആണ് അല്ലേ? AIJ is equal to AJI ആയിരിക്കണം ഫോർ ഓൾ INJ. A13 equal to A31 ആയിരിക്കണം. A23 equal to A32 ആയിരിക്കും. A11 equal to A11 എന്നാൽ A11 തന്നെ അല്ലേ? അവിടെ പ്രശ്നം വരുന്നത്. ശരിക്കും സിമെട്രിക് മെട്രിക്സ് വേറെ ഒന്നല്ല, മെട്രിസസ് ഫോർ വിച്ച് A is equal to its ട്രാൻസ്പോസ്. അതായത് ഒരു മെട്രിക്സ് എടുത്ത് നിങ്ങൾ അതിന് ട്രാൻസ്പോസ് കാണുകയാണെങ്കിൽ അത് ആ മെട്രിക്സ് തന്നെ ആയിരിക്കും. അങ്ങനത്തെ മെട്രിക്സ് നമ്മൾ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു മെട്രിക്സ് എടുത്തു വിചാരിക്കാം, ഒരു മെട്രിക്സ് എടുത്തു, ഒരു 2x2 മെട്രിക്സ് എടുത്തു. ഇവിടെ എൻട്രീസ് കോംപ്ലക്സ് നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഇത് സിമെട്രിക് മെട്രിക്സ് ആണോ? ഈ A ഒരു സിമെട്രിക് മെട്രിക്സ് ആണോ? ഈ മെട്രിക്സിന് ട്രാൻസ്പോസ് എന്താ വരിക? 1 2 + i 2 + i 3 തന്നെ വരും അല്ലേ? AIJ equal to AJI ആയി മതി. അതായത് A11 equal to A11, A12 should be equal to A21, A22 should be equal to A22 and and A21 should be equal to A12 അല്ലേ? അപ്പോൾ ഇത് രണ്ടും ഒന്നും അല്ലേ സംഭവം? രണ്ടോ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് ഇതിനകത്ത്? ഇതിൽ ആകുന്ന കാര്യം ചെക്ക് ചെയ്യാനുള്ളൂ, ഇത് മാത്രമേ ചെക്ക് ചെയ്യാനുള്ളൂ, ഈ പൊസിഷൻസ് മാത്രമേ ചെക്ക് ചെയ്യാനുള്ളൂ. ഡയഗണൽ എൻട്രീസ് ചെക്ക് ചെയ്യേണ്ട ആവശ്യം ഇതിൽ വരുന്നില്ല അല്ലേ? അപ്പം ഇവിടെ A12 A21 എലിമെന്റ് സെയിം ആണ്. അപ്പോൾ ഇതൊരു സിമെട്രിക് മെട്രിക്സ് ആണ്. അപ്പോൾ A ട്രാൻസ്പോസ് നമ്മൾ കാണുമ്പോൾ നമുക്ക് ഇതിനെ കിട്ടും. അപ്പോൾ Aയും A ട്രാൻസ്പോസും സെയിം ആണ്. അപ്പോൾ അതൊരു സിമെട്രിക് മെട്രിക്സ് ആണ്. 1 2 3 2 4 5 3 6 3 - 5 2 ഇതൊരു സിമെട്രിക് മെട്രിക്സ് ആണോ? ഇത് സിമെട്രിക് മെട്രിക്സ് ആണോ? അനീഷ, ഇത് സിമെട്രിക് മെട്രിക്സ്? അനീഷ ഉസ്മാൻ, സിമെട്രിക് ആണോ? ട്രാൻസ്പോസ് എടുക്കുമ്പോൾ അല്ലേ? ട്രാൻസ്പോസ് എങ്ങനെ നമ്മൾ എടുക്കുക? ഈ അതെടുത്ത് റോ എടുത്ത് അതിനെ കോളം ആക്കും, സെക്കൻഡ് റോ എടുത്തിട്ട് അതിനെ കോളം ആക്കും,
തേർഡ് റോ എടുത്തിട്ട് അതിനെ നമ്മൾ കോളം ആക്കും അല്ലേ? രണ്ടും ഒരേ സാധനം, ഒരേ മെട്രിക്സ് അല്ലേ? അപ്പൊ അതൊരു സിമെട്രിക് മെട്രിക്സ് ആണ്. ഓക്കെ. നമ്മളിവിടെ ചോദ്യം എന്തായിരുന്നു വെച്ചാൽ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഇവിടെ ഈ സിമെട്രിക് മെട്രിക്സിന്റെ കളക്ഷൻ ഒരു സബ്സ്പേസ് ആണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യാം. അപ്പം ഞാൻ രണ്ട് മെട്രിക്സസ് ഞാൻ എടുത്തു, എ ആൻഡ് ബി ഫ്രം ഡബ്ല്യു. ഡബ്ല്യു വേറെ ഒന്നുമില്ല, നമ്മൾ ഈ ഒരു കേസിൽ ഡബ്ല്യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റ് ഓഫ് ഓൾ സിമെട്രിക് മെട്രിക്സസ് ഇൻ വി ആണ്. ഇപ്പൊ എയും ബിയും സിമെട്രിക് മെട്രിക്സസ് ആണ്. ഓക്കെ. അപ്പൊ എന്റെ പ്രത്യേകത എന്താ? എ ബി ഈക്വൽ ടു എ ട്രാൻസ്പോസ് അല്ലേ? എയും അതിന്റെ ട്രാൻസ്പോസും സെയിം മെട്രിക്സ് ആയിരിക്കും. അതുപോലെ ബി എടുക്കുകയാണെങ്കിൽ ബിയും ഡബ്ല്യൂയിലെ എലിമെന്റ് അല്ലേ? ഡബ്ല്യു എന്താ? സെറ്റ് ഓഫ് ഓൾ സിമെട്രിക് മെട്രിക്സസ് ആണ്. അപ്പൊ ബി എന്തായിരിക്കും? ബി ട്രാൻസ്പോസും സെയിം ആയിരിക്കും. അപ്പൊ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ആ കണ്ടീഷൻ ചെക്ക് ചെയ്താൽ മതി. ഒരു കോൺസ്റ്റന്റ് നിങ്ങൾ ഫീൽഡിൽ നിന്ന് എടുത്തിട്ട് സി ആൽഫ പ്ലസ് ബീറ്റ ബിലോങ്സ് ടു സെയിം ഡബ്ല്യു. ഇവിടെ ആൽഫയും ബീറ്റ നമ്മൾ എടുത്തിട്ട് ഇതാണ് നമ്മൾ ആൽഫയും ബീറ്റ. ഇത് ഇവിടുത്തെ എലിമെന്റ്സ് മെട്രിസസ് ആണ്. ഈ വെക്ടർ സ്പേസിലെ എലിമെന്റ്സ് മെട്രിസസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, സി ഇൻറ്റു എ പ്ലസ് ബി വീണ്ടും ഡബ്ല്യൂലുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പം സി എ പ്ലസ് ബി ബിലോങ് ടു ഡബ്ല്യു എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ എന്താ ചെയ്യാം? എങ്ങനെയാ നമ്മൾ ചെക്ക് ചെയ്യാം? എ ഒരു മാട്രിക്സ് അല്ലേ? അതെ. അപ്പം ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പ്ലസ് ബി എന്നുള്ള മെട്രിക്സ് കൊണ്ട് ആഡ് ചെയ്തിട്ട് അങ്ങനെയാണ്. ആഡ് ചെയ്ത് അപ്പൊ നമുക്ക് കാണിക്കേണ്ട എത്രയാണ്? സി എ പ്ലസ് ബി. ശരിക്കും ഇത് ഡയറക്റ്റ് ആൻസർ ആണ്, പക്ഷെ നമുക്ക് കാണിക്കേണ്ടത് ഇത് സിമെട്രിക് മെട്രിക്സ് ആണ് നമുക്ക് കാണിക്കണം അല്ലേ? അതെ. അപ്പൊ നമുക്ക് സി എ പ്ലസ് ബി ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു സി എ പ്ലസ് ബി എന്ന് കാണിക്കണം. ഓക്കെ. അപ്പൊ എന്താ വരിക? ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ സി ഇൻറ്റു എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് എഴുതാൻ പറ്റുമോ? ആര്യ ബാലകൃഷ്ണൻ, അങ്ങനെ എഴുതാൻ പറ്റുമോ നമുക്ക്? അതായത് സി എ പ്ലസ് ബി എന്നൊരു മെട്രിക്സ്, അതിന് ട്രാൻസ്പോസ് ഞാൻ എടുത്തു. അതിന് എനിക്ക് സി എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് എന്ന് എഴുതാൻ പറ്റുമോ? സിമെട്രിക് ആകുമ്പോ ട്രാൻസ്പോസ് ആണോ? അപ്പൊ അങ്ങനെ എഴുതാൻ പറ്റുമോ? ഇവിടെ ശ്രദ്ധിക്കണം, ഇത് ഞാൻ എഴുതിയിരിക്കുന്നത് എന്താണ്? ഒരു രണ്ട് മെട്രിക്സിന്റെ സം എടുത്തിട്ട് ഞാൻ ട്രാൻസ്പോസ് എടുക്കുന്നത്, ആ രണ്ട് മെട്രിക്സിന്റെ ഇൻഡിവിജ്വൽ ട്രാൻസ്പോസിന്റെ സമ്മിന് ഈക്വൽ ആണോ എന്നാണ് ചോദ്യം. ഇത് ശരിയാണോ ഈ സ്റ്റേറ്റ്മെന്റ്? എ പ്ലസ് ബി ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് ആണോ? ശരിയാണോ? ഐശ്വര്യ ഇപ്പൊ ജോയിൻ ചെയ്തല്ലേ? രണ്ട് മെട്രിക്സ് സം എടുത്ത് ട്രാൻസ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓരോന്നിന്റെയും ട്രാൻസ്പോസിന് സമ്മിന് ഈക്വലന്റ് ആണോ? എന്തെങ്കിലും മാറ്റം വരുമോ? എന്തെങ്കിലും മാറ്റം വരുമോ ഐശ്വര്യ? മാറ്റം വരില്ല അല്ലേ? ഓക്കെ. അപ്പൊ ഇത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്, ഇതിൽ തെറ്റൊന്നുമില്ല. അതൊരു സിമ്പിൾ ആയിട്ടൊരു ഫാക്ട് അല്ലേ? നിങ്ങൾ രണ്ട് മെട്രിക്സ് നിങ്ങൾ എടുക്കുകയാണ്. അപ്പോൾ 1 2 2 4 1 3 3 5 രണ്ട് മെട്രിക്സ് എടുത്തു. ഇത് രണ്ടും നിങ്ങൾ ആഡ് ചെയ്തിട്ട് അതിന് ട്രാൻസ്പോസ് എടുക്കാൻ വിചാരിക്കുക. ഇപ്പൊ നിങ്ങൾ ആഡ് ചെയ്ത് എന്താ നിങ്ങൾക്ക് കിട്ടുക? ഇത് നിങ്ങളെ എ, ഇത് നിങ്ങളെ ബി. ആ എൻട്രീസ് കറക്റ്റ്, ഇത് കോമ്പൗണ്ട് വൈസ് അഡീഷൻ ആയതുകൊണ്ട് അവിടെ ഒരു പ്രശ്നം വരുന്നില്ല. അപ്പൊ ഇവിടെ എ പ്ലസ് ബി എന്ന മെട്രിക്സ് എന്താ വരിക? 1 + 1 2 2 + 3 5 2 + 3 5 4 + 5 9. ഇതാണ് എ പ്ലസ് ബി. ഹോൾ ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ എന്താ വരിക? 2 5 5 9 തന്നെ വരും. നിങ്ങൾ എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് കാണുമ്പോൾ എന്റെ ട്രാൻസ്പോസ്, ഇവിടെ ഞാനൊരു കാര്യം ചെയ്യാം. ഇവിടെ ഇത് ഓൾറെഡി ഞാൻ സിമെട്രിക് എടുത്തിരിക്കുന്നു. -3. ഓക്കെ. ഇത് ജനറൽ റിസൾട്ട് ആണ്, സിമെട്രിക് മെട്രിക്സിന് മാത്രം റിസൾട്ട് ഒന്നല്ല, ഇത് ജനറൽ റിസൾട്ട് ആണ്.
അതായത് 1 + 1 1, sorry 2, 2 - 3 is -1, 3 + 3 is 6, 4 + 5 is 11. ഇതാണ് നമ്മളെ A + B. ഇപ്പോൾ എഴുതിയിരിക്കുന്ന മെട്രിക്സ് ആണ് A + B. A + B ഹോൾ ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ 2 - 1 6 11 എന്ന് വരും. 5 9 അല്ലേ സാർ? സോറി സോറി 4 + 5 9. താങ്ക് യു. ഞാൻ വേറെന്തോ 6 എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നു. ഓക്കെ ഓക്കെ, അപ്പോൾ ഇതാ കിട്ടിയത്. അപ്പം A ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ ഇതിന് ട്രാൻസ്പോസ്, ഈ മെട്രിക്സിന് ട്രാൻസ്പോസ്. അപ്പോൾ 1 3 2 4 പ്ലസ് ഈ മെട്രിക്സിന് ട്രാൻസ്പോസ് 1 3 - 3 5. ഇതിപ്പോൾ ട്രാൻസ്പോസ് കണ്ടു ഇവിടെ ആദ്യം. ഇവിടെ രണ്ട് മെട്രിക്സിന് ട്രാൻസ്പോസ് കണ്ടു, എന്നിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ആദ്യം ആഡ് ചെയ്തു, എന്നിട്ട് നമ്മൾ ട്രാൻസ്പോസ് കണ്ടത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ എന്താ വരിക? 2 6 -1 9 തന്നെ വരും അല്ലേ? രണ്ടും സെയിം ആണ് വരിക. അപ്പോൾ ദിസ് ഇസ് ഇൻ ജനറൽ ട്രൂ. ഈ സ്റ്റേറ്റ്മെന്റ് ഇൻ ജനറൽ ട്രൂ ആണ്. A + B ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന രണ്ട് മെട്രിക്സ് ആണെങ്കിൽ A + B ഹോൾ ട്രാൻസ്പോസ് വിൽ ബി ഈക്വൽ ടു A ട്രാൻസ്പോസ് + B ട്രാൻസ്പോസ്. അതിൽ A ഈ മെട്രിക്സ് ഒരു മെട്രിക്സ് ആയി കണ്ടത്, അത് കോൺസ്റ്റന്റ് അല്ലേ? ഒരു കോൺസ്റ്റന്റോട് നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എല്ലാ എലിമെന്റ്സും നമ്മൾ ഉള്ളോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഒരു സിംഗിൾ മെട്രിക്സ് അതിനെ കാണാം അല്ലേ? ഇപ്പോൾ C ടൈംസ് ഒരു A ആണ് നമുക്ക് കാണുന്നത്. പക്ഷേ ഈ C അകത്തേക്ക് എല്ലാത്തിനും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു മെട്രിക്സ് ആയി, വേറൊരു മെട്രിക്സ് ആയിട്ട് നമുക്ക് എടുക്കാം, A' ആയിട്ട് അല്ലേ? അപ്പോൾ A' + B ഹോൾ ട്രാൻസ്പോസ് പറയുമ്പം A' ട്രാൻസ്പോസ് + B ട്രാൻസ്പോസ്, അല്ലെങ്കിൽ CA ട്രാൻസ്പോസ് + B ട്രാൻസ്പോസ് എന്ന് വരും. അപ്പം ഈ A ട്രാൻസ്പോസ് എന്താണ്? ഓൾറെഡി നമുക്കറിയാം, A ട്രാൻസ്പോസ് A ആണെന്നറിയാം, CA. B ട്രാൻസ്പോസ് നമുക്ക് എന്തറിയാം? B ആണെന്നറിയാം. അപ്പോൾ എന്ത് കിട്ടി? CA + B എന്ന് കിട്ടി. അതായത് ആ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് ആ മെട്രിക്സ് തന്നെ ആയിട്ട് നമുക്ക് കിട്ടി. അപ്പോൾ എന്താ വരിക? ഇത് ശരിക്കും നമ്മളിവിടെ സബ്സ്പേസിനെ ആ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്തിരിക്കുന്നത്. അതായത് ആൽഫയും ബീറ്റയും നമ്മളൊരു ആൽഫയും ബീറ്റ നമ്മൾ W എന്ന് എടുത്തു. W എന്ന് പറഞ്ഞാൽ സിമെട്രിക് മെട്രിക്സിന്റെ കളക്ഷൻ ആൽഫയും ബീറ്റ എടുത്തു. ഇവിടെ A B ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ C∝ + ബീറ്റ അതിലുണ്ടോ ചെക്ക് ചെയ്തു. അതിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യുമ്പോൾ അതിന്റെ പ്രോപ്പർട്ടി നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതായത് Wന്റെ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ഉണ്ടോ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഇവിടെ Wന്റെ പ്രോപ്പർട്ടി എന്താ? അത് സിമെട്രിക് ആണോ എന്നാണ്. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ ഇത് ചെക്ക് ചെയ്യാൻ കാരണം, ഈ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ കാരണം അതാണ്. W ഉണ്ടോ ചെക്ക് ചെയ്യാൻ നമ്മൾ ഈ കണ്ടീഷനാണ് ചെക്ക് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ കേസിൽ നമുക്ക് കിട്ടി സെറ്റ് ഓഫ് ഓൾ സിമെട്രിക് മെട്രിസസ്. ഈ കേസിൽ ഇറ്റ്സ് എ സബ്സ്പേസ്, ഇറ്റ് ഈസ് എ സബ്സ്പേസ് ഓഫ് all n by n matrices over the field F. Okay. Okay. Now കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഇപ്പം ഒരു വെക്ടർ സ്പേസ് നമ്മൾ എടുത്തു, V എന്ന് പറഞ്ഞൊരു വെക്ടർ സ്പേസ് നമ്മൾ എടുത്തു. ഓക്കെ, ഓവർ എ ഫീൽഡ് F. എന്നിട്ട് W1 and W2 രണ്ട് സബ്സ്പേസ് എടുത്തു. ആ വെക്ടർ സ്പേസിന്റെ ഒരു വെക്ടർ സ്പേസ് നമ്മൾ എടുത്തു, V ഓവർ F. ഒരു ഫീൽഡ് ഉണ്ട്, ഓവർ F നമ്മൾ വെക്ടർ സ്പേസ് എടുത്തു. എന്നിട്ട് ആ വെക്ടർ സ്പേസിന് രണ്ട് സബ്സ്പേസസ് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ W1 ഇന്റർസെക്ഷൻ W2 ഒരു സബ്സ്പേസ് ആവുമോ എന്നാണ് നമുക്ക് ആദ്യം നോക്കേണ്ടത്. അപ്പം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എന്താ ഉദ്ദേശിച്ച എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമുക്കൊരു നോൺ ട്രിവിയൽ ആയിട്ടൊരു എക്സാമ്പിൾ എടുക്കാം. ഒരു മെട്രിസസിൻ്റെ നമുക്ക് എടുക്കാം, സ്പേസ് ഓഫ് മെട്രിസസ്. സോ V I will take as n by n, set of all n by n matrices over some field F. ഓക്കെ, അവർ ഫീൽഡ് എടുത്തു. അപ്പം നമുക്കിവിടെ ഫീൽഡ് നമുക്ക് R ആക്കി എടുക്കാം. സ്പെസിഫിക്കലി I will take as R, set of real numbers. So here നമ്മുടെ ഡിസ്കഷൻ എന്തായാലും W1 ഇന്റർസെക്ഷൻ W2 സബ്സ്പേസ് ആണോ എന്ന ചോദ്യം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, അതായത് n by n പകരം ഞാൻ ഒരു 2/2 എടുക്കാം. സിമ്പിൾ ആയിട്ടൊരു കേസ് എടുക്കാം. ഒരു 2/2 സെറ്റ് ഓഫ് ഓൾ 2/2 മെട്രിസസ് ഓവർ എ ഫീൽഡ് R. ഇതൊരു വെക്ടർ സ്പേസ് ആയിരിക്കും. അതിൽ എഡീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ABCD പ്ലസ് EFGH എന്നാണ് എഡീഷൻ ഞാൻ ഡിഫൈൻ ചെയ്യുന്നത്. A + E, B + F, C + G, D + H. ഇതാണ് നമ്മൾ പ്ലസ് ചെയ്യാൻ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ വെക്ടർ സ്പേസിൽ ഇപ്പോൾ രണ്ട് ഓപ്പറേഷൻ വേണം, ഒരു പ്ലസും വേണം,
ഒരു സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ വേണം. ഒരു k ടൈംസ് ഒരു വെക്റ്റർ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ഞാൻ ഡിഫൈൻ ചെയ്യുന്നത് യൂഷ്വൽ ആയിട്ടുള്ള KA, KB, KC ആൻഡ് KD. കോമ്പൗണ്ട് വൈസ് നമ്മൾ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു k കൊണ്ട്. അപ്പം നമുക്ക് ഈ ഒരു വെക്റ്റർ സ്പേസിന്റെ 2 സബ് സ്പേസ് എടുക്കാം ആദ്യം. എന്നിട്ട് നമുക്ക് നോക്കാം അതിന്റെ ഇന്റർസെക്ഷൻ സബ് സ്പേസ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പം ഒരു സബ് സ്പേസ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഈ വെക്റ്റർ സ്പേസിന്റെ? ഇവിടെ കളക്ഷൻ ഓഫ് ഓൾ 2x2 മെട്രിസസ് ഓവർ എ ഫീൽഡ് ആർ ആണ് നമ്മളെ വെക്റ്റർ സ്പേസ്. ഒരു W1 ഉം W2 ഉം പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ആർക്കൊന്നും പറയാൻ പറ്റുമോ? ഹനീന പറയാൻ പറ്റുമോ? ഹനീന കെ. ക്ലിയർ ആവുന്നില്ലല്ലോ. കുഴപ്പമില്ല, മ്യൂട്ട് ആയിക്കോളൂ. ഒരു ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്. ക്ലിയർ ആവുന്നില്ല പറയുന്നത്. കുഴപ്പമില്ല, മ്യൂട്ട് ആയിക്കോളൂ. വേറെ ആരെയും പറയുന്നോ? അത് ഞാൻ ഒരു 2 എക്സാമ്പിൾ ഞാൻ പറഞ്ഞു അല്ലേ? ഓക്കെ, W1 ഞാൻ എടുക്കാൻ പോകുന്നത് സെറ്റ് ഓഫ് ഓൾ മെട്രിസസ് of the form ABC0 where A, B, C all belongs to R. And W2 ഞാൻ എടുക്കാൻ പോകുന്നത് അല്ല വേണ്ട, ഇവിടെ എടുക്കാം AB00 where AB belongs to R. And this I'll take as W2 will take as set of all A, B, A0, C0 where A, C belongs to R. അല്ലെങ്കിൽ ഞാനിവിടെ ഓക്കെ 2 സബ്സ്പേസ് ഞാൻ എടുത്തു. ഇത് രണ്ടും സബ്സ്പേസ് ആണോ? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? സബ്സ്പേസ് ആണെങ്കിൽ നിങ്ങൾ ആ സിമ്പിൾ ആയിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്താൽ മതി. കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ടത് നിങ്ങൾ ഈ W-ന്റെ അകത്ത് 2 വെക്ടർ എടുക്കണം, ഒരു ആൽഫയും ഒരു ബീറ്റ എടുക്കണം. ഇവിടുത്തെ ആൽഫയും ബീറ്റ നിങ്ങൾ ഇങ്ങനത്തെ മെട്രിസസ് എടുക്കണം. അതായത് ഈ സെക്കൻഡ് റോ ഫസ്റ്റ് എലിമെന്റും സെക്കൻഡ് റോ സെക്കൻഡ് എലിമെന്റും 0 ആയിരിക്കണം. അങ്ങനത്തെ 2 എലിമെന്റ്സ് എടുക്കുക, ആൽഫയും ബീറ്റയും. എന്നിട്ട് നിങ്ങൾ ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്യുക, C ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ കണ്ടുപിടിക്കുക. എന്നിട്ട് അത് നിങ്ങളെ ഈ സെയിം W1 ഉണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെക്കിങ് ആവരുത്, നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇത് രണ്ടും സബ് സ്പേസ് ആയിരിക്കും. ഇപ്പം ഞാൻ എഴുതിയിരിക്കുന്ന രണ്ടും സബ് സ്പേസ് ആണ്. അപ്പോൾ ചോദ്യം ഇതാണ്, നമുക്ക് ഡിസ്കഷൻ ഇവിടെ ഇതാണ്, W1 ഇന്റർസെക്ഷൻ W2 ഒരു സബ് സ്പേസ് ആണോ എന്നാണ് ചോദ്യം. ഈ W1 ഇന്റർസെക്ഷൻ W2 എന്താണ്? രണ്ടിലുള്ള എലിമെന്റ്സ്. അതെ, ഏതാണ് എലിമെന്റ്സ്? എലിമെന്റ് ഉണ്ട്. ഫസ്റ്റ് എലിമെന്റ് എ, പിന്നെ 0 പിന്നെ ഫുൾ 0 ആവും. പിന്നെ ഫുൾ 0 ഇതാണോ വരിക? കാരണം W1 ഉണ്ടാവണമെങ്കിൽ എന്താ പ്രത്യേകത? W1 ഉണ്ടാവണമെങ്കിൽ സെക്കൻഡ് റോ മൊത്തം 0 ആയിരിക്കണം അല്ലേ? അപ്പോൾ എന്തായാലും W1 ഇന്റർസെക്ഷൻ W2 എടുക്കുമ്പോൾ നമുക്ക് ഈ സെക്കൻഡ് റോ എന്തായാലും 0 ആക്കിയേ പറ്റൂ. ഈ W2 ഉണ്ടാകുമ്പോൾ പ്രത്യേകത എന്താ? സെക്കൻഡ് കോളം എന്തായാലും 0 ആയിരിക്കണം. അപ്പോൾ W2ലും ഈ എലിമെന്റ് ഉണ്ടാവണമെങ്കിൽ, അതായത് നമ്മളൊരു എലിമെന്റ് എടുക്കുകയാണ് ABCD, ഈ എലിമെന്റ് W1 ഉണ്ടാവണമെങ്കിൽ ഇത് രണ്ടും 0 ആയിരിക്കണം. ഇനി ഈ എലിമെന്റ് W2 ഉണ്ടാവണമെങ്കിൽ സെക്കൻഡ് കോളം മൊത്തം 0 ആയിരിക്കണം, അതായത് ഇത് രണ്ടും 0 ആയിരിക്കണം. അപ്പൊ ഇന്റർസെക്ഷൻ പറയുമ്പോൾ ഇതല്ലേ വരിക, ശരിയല്ലേ? അപ്പൊ ഇന്റർസെക്ഷൻ ഏതാ വരിക? സെറ്റ് ഓഫ് ഓൾ എലിമെന്റ്സ് ഓഫ് ദ ഫോം A000 where A belongs to R. ഓക്കെ, ഇതൊരു സബ് സ്പേസ് ആണോ? ഇത് നിങ്ങൾക്ക് എടുത്താൽ മനസ്സിലായല്ലോ അല്ലേ? A000 എങ്ങനെ വന്നത്? സിമ്പിൾ ആയിട്ടൊരു കേസ് അല്ലേ അല്ലേ? W1 വരണമെങ്കിൽ ഈ 2 എലിമെന്റ്സും 0 ആവണം. അപ്പോൾ കറസ്പോണ്ടിങ് ഇന്റർസെക്ഷനിലെ എല്ലാ എലിമെന്റ്സിലും ഇത് 0 ആയേ പറ്റൂ. ഇനി W2 ഈ എലിമെന്റ് W2 ഉണ്ടാവണമെങ്കിൽ കറസ്പോണ്ടിങ് സെക്കൻഡ് കോളം എല്ലാ എൻറ്റിറ്റീസും 0 ആയിരിക്കണം. അപ്പം സെക്കൻഡ് കോളം രണ്ടും നമ്മൾ 0 ആക്കി എടുത്തു. ഈ എലിമെന്റിനെ പറ്റി ഒന്നും പറയുന്നില്ല. അപ്പം A000 ആയിരിക്കും.
വേർ എ ബിലോങ്സ് ടു ആർ ആയിരിക്കും W1 ഇന്റർസെക്ഷൻ W2 എലിമെന്റ്സിന്റെ ഫോം. അപ്പം ചോദ്യം ഇതാണ്, ഇതൊരു സബ്സ്പേസ് ആണെന്നാണ് ചോദ്യം. ഇപ്പൊ സബ്സ്പേസ് ആണെന്ന് നിങ്ങൾ എങ്ങനെ ചെക്ക് ചെയ്യാം? ഈ സെയിം കണ്ടീഷൻ അല്ലേ, ഒരു ആൽഫയും ബീറ്റ എടുക്കുക. അതായത് ഒരു എലിമെന്റ് നിങ്ങൾ എടുത്തു A1 0 0 0 എടുത്തു, ഒരു സെക്കൻഡ് എലിമെന്റ് എടുക്കുക ബീറ്റ A2 0 0 0 എടുക്കുക, C ഇൻറ്റു ദിസ് എലിമെന്റ് പ്ലസ് ദിസ് എലിമെന്റ്, ഇത് W1 ഇന്റർസെക്ഷൻ W2 ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടോ നോക്കാതിന്റെ മീനിങ് എന്താ വെച്ചാൽ ഈ 3 എൻട്രീസും ഇവിടെ സം ചെയ്ത് കിട്ടുന്ന മെട്രിക്സ് ഉണ്ടല്ലോ, അതിന്റെ A11 എൻട്രി എന്ത് വേണമെങ്കിലും ആവാം, റിയൽ നമ്പർ ആയാൽ മതി, റിയൽ നമ്പർ എന്നേ പറയുന്നുള്ളൂ. ബാക്കി 3ഉം 0 ആയിരിക്കണം. അപ്പൊ നിങ്ങൾ ഇത് ആഡ് ചെയ്ത് നിങ്ങൾക്ക് എന്താ കിട്ടുക? നിങ്ങൾക്ക് CA1 പ്ലസ് A2 പിന്നെ C ഇൻറ്റു 0 പ്ലസ് 0 0 വരും, ബാക്കിയെല്ലാം 0. അതായത് ഈ എലിമെന്റ് റിയൽ നമ്പർ ആണ്. അപ്പോൾ ഇത് ബിലോങ്സ് ടു W1 ഇന്റർസെക്ഷൻ W2 നമുക്ക് കിട്ടും. അപ്പോൾ അതിന്റെ മീനിങ് എന്താ? ഇതൊരു സബ്സ്പേസ് ആണ്. അപ്പോൾ W1 ഇന്റർസെക്ഷൻ W2 ഒരു സബ്സ്പേസ് ആണ് ഈ കേസിൽ. പക്ഷെ അങ്ങനെ വെറുതെ ഒരു എക്സാമ്പിൾ വെച്ച് കാണിച്ചുകൊണ്ട് അത് ശരിക്കും സബ്സ്പേസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്കത് പ്രൂവ് ചെയ്തേ പറ്റും, അപ്പോഴേ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ പിന്നീട്. പക്ഷെ അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. വി ഒരു വെക്ടർ സ്പേസ് ഓവർ ഫീൽഡ് എഫ് എടുക്കുകയാണെങ്കിൽ W1 W2 ആർ സബ്സ്പേസസ് ഓഫ് വി ആണെങ്കിൽ ഡെഫിനറ്റ്ലി ദിസ് ഇസ് ആക്ച്വലി എ സബ്സ്പേസ് ഓഫ് വി. അത് നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്യാം? സോ W ഇന്റർസെക്ഷൻ W2 ഒരു സബ്സ്പേസ് ഓഫ് വി നമുക്ക് കാണിക്കണം. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ നേരത്തെ ചെയ്തത് തന്നെ, രണ്ട് എലിമെന്റ്സ് ആൽഫയും ബീറ്റയും നമ്മൾ ഇവിടെ നിന്ന് എടുത്തു, അതിന് ഇന്റർസെക്ഷൻ എടുത്തു, ആ സ്പേസിൽ നിന്ന് എടുത്തു, W1 ഇന്റർസെക്ഷൻ W2 എടുത്തു. നമുക്ക് കാണിക്കേണ്ട എത്രയേ ഉള്ളൂ, എന്താ കാണിക്കേണ്ടത്? C ആൽഫ പ്ലസ് ബീറ്റ ബിലോങ്സ് ടു ഈ സ്പേസ് എന്നാണ് കാണിക്കണം. അത്രേ കാണിക്കാം. ക്ലിയർ ആയില്ല, ആരാ പറഞ്ഞു? നമുക്ക് നോക്കാം, പ്രൂഫ് നോക്കാം. അപ്പം ആൽഫയും ബീറ്റയും ഈ ഒരു സെറ്റിലുണ്ടെങ്കിൽ, W1 ഇന്റർസെക്ഷൻ W2 ഉണ്ടെങ്കിൽ ആൽഫ W1 ആൽഫ W2 ഉണ്ടാവില്ലേ? ഇല്ലേ? an element belongs to A intersection രണ്ടിലുണ്ടാവില്ലേ? അവിടെ എഴുതിയിരിക്കുന്നത് ആൽഫ ബിലോങ്സ് ടു W1 ആൻഡ് ആൽഫ ബിലോങ്സ് ടു W2. അതേപോലെ ബീറ്റയും നമ്മൾ എടുത്തിരിക്കുന്നത് ഈ W1 ഇന്റർസെക്ഷൻ W2 എന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പം ബീറ്റ അവിടെ ഉണ്ടാവും, ബീറ്റ W1 ഉണ്ടാവും, ബീറ്റ W2 ഉണ്ടാവും. ദാറ്റ് ഈസ് ഇഫ് alpha comma beta belongs to W1 intersection W2, then alpha belongs to W1 and alpha belongs to W2. Also, beta belongs to W1 and beta belongs to W2. അപ്പോൾ ഈ W1 ഉം W2 രണ്ടും സബ്സ്പേസ് ആണ് അല്ലേ? രണ്ടും സബ്സ്പേസ് ആണ്. ദേ ആർ ദംസെൽഫ് വെക്ടർ സ്പേസസ് അല്ലേ? എല്ലാ സബ്സ്പേസും ഒരു വെക്ടർ സ്പേസ് അല്ലേ? അതിൽ നമ്മുടെ ബേസിക് ആയിട്ട് ഡെഫിനിഷൻ. അതെ, എല്ലാ സബ്സ്പേസും വെക്ടർ സ്പേസ് ആണ് വിത്ത് റെസ്പെക്ട് ടു സെയിം അതിന്റെ പാരന്റ് ആയിട്ടുള്ള ആ വിന്റെ അതേ ഓപ്പറേഷൻസിൽ ആ ഒരു W വെക്ടർ സ്പേസ് ആണ്. അപ്പം ആൽഫ നമ്മൾ W1 എടുത്തു, അപ്പൊ ആൽഫ നമുക്ക് W1 ഉണ്ട്, നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആൽഫ W1 എടുത്തു, ഒരു C നമ്മൾ F എന്ന് എടുക്കുകയാണെങ്കിൽ C ആൽഫ എവിടെ ഉണ്ടാവും? W1 എന്തായാലും ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലയോ? ഉണ്ടാവും. കാരണം എന്താ? W1 ഒരു വെക്ടർ സ്പേസ് ആണ്, അതുകൊണ്ടാണ് അല്ലേ? സബ്സ്പേസ് ആണ്, ഓൾറെഡി വെക്ടർ സ്പേസ് ഓൾസോ. അപ്പൊ അത് W1 ഉണ്ടാവും. അതേപോലെ നമുക്കറിയാം ഇവിടുന്ന് ബീറ്റ W1 ഉണ്ടെന്ന് അറിയാം അല്ലേ? ഈ കണ്ടീഷൻ നമുക്ക് നേരിട്ട് കിട്ടിയ കണ്ടീഷനാണ് ഇത് രണ്ടും, ഈ രണ്ട് കണ്ടീഷൻസും. അപ്പം ബീറ്റ W1 ഉണ്ടെന്ന് അറിയാം, C ആൽഫ W1 ഉണ്ടെന്ന് അറിയാം. അപ്പൊ രണ്ട് എലിമെന്റ്സ് ആൽഫ ആൻഡ് ബീറ്റ അല്ലെങ്കിൽ ഒരു A ആൻഡ് B W1 ഉണ്ടെങ്കിൽ A പ്ലസ് ബിയും W1 ഉണ്ടാവില്ലേ? A പ്ലസ് ബിയും W1 ഉണ്ടാവില്ലേ? അതല്ലേ ക്ലോഷർ പ്രോപ്പർട്ടി അല്ലേ? അപ്പം ഈ എലിമെന്റ് W1 ഉണ്ട്, ഈ എലിമെന്റ് W1 ഉണ്ട്. അപ്പൊ ഇതിന്റെ സമ്മ് A പ്ലസ് ബി. എനിക്ക് ഇത് ഈ പ്ലസ് ഉദ്ദേശിക്കുന്നത് നമ്മളെ ഈ വെക്ടർ സ്പേസിലുള്ള ആ പ്ലസ് ആണ് കേട്ടോ. ഇത് യൂഷ്വൽ ആയിട്ടുള്ള എപ്പോഴും ആ സിമ്പിൾ അഡീഷൻ അല്ല. ഇത് ഡിഫറെന്റ് കേസിൽ ഡിഫറെന്റ് ആവുക. അത് നമ്മൾ വി വെച്ച് മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ നമ്മൾ മെട്രിക്സിന്റെ കേസിൽ വേറെ ടൈം കോമ്പൗണ്ട് വൈസ് അഡീഷൻ നമ്മൾ കണ്ടു. എഫിന്റെ കേസിൽ നേരിട്ട് അഡീഷൻ ആണ്. അങ്ങനെ ഡിഫറെന്റ് ആവില്ല. അപ്പൊ ഇവിടെ ജസ്റ്റ് ഒരു നൊട്ടേഷൻ മാത്രമായിട്ട് കണ്ടാൽ മതി നിങ്ങൾ, എക്സാക്ട്ലി പ്ലസ് ആയിട്ട് കാണേണ്ടത്. അപ്പം C ആൽഫ W1 ഉണ്ട്, ബിയും W1 ഉണ്ട്. W1 കണ്ടീഷൻ അത്
വെക്ടർ സ്പേസ് ആണ്, അതുകൊണ്ട് അത് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ ആണ്. അപ്പം സി ആൽഫ പ്ലസ് ബീറ്റയും W1 ഉണ്ടാവും, വലിയൊരു കുഴപ്പമില്ല, എന്തായാലും ഉണ്ടാവും. ഇങ്ങനെ എടുക്കണോ? അല്ലെങ്കിൽ സബ് സ്പേസ് ആയാൽ സി ആൽഫ പ്ലസ് ബീറ്റ W1 ഉണ്ട് എന്നല്ലേ? അതെ. ആ പിന്നെ നോർമൽ അഡീഷൻ ഉണ്ട് അങ്ങനെ നോക്കണോ? അല്ല, നമ്മളിവിടെ പ്രൂവ് ചെയ്യുന്നത് വെച്ചാൽ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് കിട്ടിയല്ലോ. നോർമൽ അഡീഷൻ അല്ല ശരിക്കും ഇത് നമ്മൾ ആ വെക്ടർ സ്പേസിലുള്ള അഡീഷൻ ആണ്. ഇതേ പ്ലസും ഡോട്ടും വെച്ചിട്ടാണ് നമ്മൾ W1ഉം W2ഉം സബ് സ്പേസ് ആവുന്നത്. ഇതേ പ്ലസും ഡോട്ടും വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ഇവർ രണ്ടുപേരും സബ് സ്പേസ് ആണെന്ന്. നമുക്കിവിടെ കാണിക്കേണ്ട അത്രേ ഉള്ളൂ. നമുക്ക് ഇതായിരുന്നു കാണിക്കേണ്ടത്. അതായത് ആൽഫയും ബീറ്റ നമ്മൾ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ, ഈ സ്പേസിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ സി ആൽഫ പ്ലസ് ബീറ്റ ഇതേ സ്പേസിലുണ്ട് നമ്മൾ കാണിക്കേണ്ടത്. അത് കാണിക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ്. ഓക്കെ. അപ്പം ഇവിടെ ഇത് ഞാൻ രണ്ടും ഈ സ്പേസിൽ നിന്ന് എടുത്തു. അപ്പോൾ എനിക്ക് ഈ രണ്ട് ഇംപ്ലിക്കേഷൻ കിട്ടി. അതായത് ആൽഫ W1 ഉണ്ടെന്ന് കിട്ടി, ബീറ്റ W1 ഉണ്ട് കിട്ടി. അപ്പോൾ ആൽഫ W1 ഉണ്ടെങ്കിൽ സി ആൽഫ W1 ഉണ്ടാവും, അതുപോലെ ബീറ്റ W1 ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ സബ് സ്പേസ് ആണെങ്കിൽ സബ് സ്പേസ് ആണ്, അതുകൊണ്ട് നമുക്ക് നേരിട്ട് പറയാം സി ആൽഫ പ്ലസ് ബീറ്റ W1 ആണെന്ന് പറയാം, കുഴപ്പമൊന്നുമില്ല. W1 രണ്ട് എലിമെന്റ്സ് എടുത്തു, ഒബ്വിയസ്ലി സബ് സ്പേസ് ആണെങ്കിൽ സി ആൽഫ പ്ലസ് ബീറ്റ W1 ഉണ്ടാവണം. അത് ശരിയാണ്, പറഞ്ഞ കറക്റ്റാണ്. അപ്പോൾ W1 ഉണ്ട്. അതേപോലെ ആൽഫ W2 ഉണ്ട്, ബീറ്റ W2 ഉണ്ട്. അപ്പം സി ടൈംസ് ഇതേ ആർഗ്യുമെന്റിൽ സി ആൽഫ പ്ലസ് ബീറ്റ W2 ഉണ്ടാവണം. ഈ ആൽഫ ഫിക്സ്ഡ് ആണ്, ഈ ആൽഫയും ബീറ്റയും ഫിക്സ്ഡ് ആണ്, മാറുന്നില്ല. ഓക്കെ. അപ്പോൾ ഇതേ സി ആൽഫ പ്ലസ് ബീറ്റ എവിടെ ഉണ്ട്? ഇതേ സി ആൽഫ പ്ലസ് ബീറ്റ W2 ഉണ്ട്. അതായത് സി ആൽഫ പ്ലസ് ബീറ്റ W1 ഉണ്ട്, W2 ഉണ്ട്. അതിന്റെ മീനിങ് എന്താ? സി ആൽഫ പ്ലസ് ബീറ്റ അതിന്റെ ഇന്റർസെക്ഷനിലും ഉണ്ട് എന്നല്ലേ? അല്ലേ? ശരിയല്ലേ? ശരിയാണ്. അപ്പൊ അതിന്റെ മീനിങ് എന്താ? നമുക്ക് എന്തായിരുന്നു കാണിക്കേണ്ടത്? നമുക്കതായിരുന്നു കാണിക്കേണ്ടത് അല്ലേ? ഈ സ്പേസിൽ നിന്നൊരു രണ്ട് വെക്ടേഴ്സ് എടുത്ത് നമ്മൾ, എന്നിട്ട് അത് W1 സെക്ഷൻ W2 നമ്മൾ എടുത്തിട്ട് നമ്മൾ എന്താ കാണിക്കേണ്ടത്? സി ആൽഫ പ്ലസ് ബീറ്റ ഇതേ സ്പേസിലാണ് കാണിക്കേണ്ടത്. അത് നമ്മൾ കാണിച്ചു. അപ്പോൾ അതിന്റെ മീനിങ് എന്താ? ഇൻ ജനറൽ W1 ഇന്റർസെക്ഷൻ W2 ഈസ് എ സബ് സ്പേസ് ഓഫ് വി. ഇത് രണ്ടെണ്ണം മാത്രമല്ല, ഈ ജനറൽ കളക്ഷൻ ഓഫ് സബ് സ്പേസ് എടുക്കുകയാണ് നമ്മൾ. W1 W2 എക്സെട്ര സം W, ഒരു ആർബിട്രറി കളക്ഷൻ എടുക്കുകയാണെങ്കിലും ഇത് ശരിയാണ്. W1 എടുക്കുകയാണെങ്കിലും ഈ ഇന്റർസെക്ഷൻ ഓഫ് W1 എന്ന് പറഞ്ഞാൽ സബ് സ്പേസ് ഓഫ് വി തന്നെ ആയിരിക്കും. ഓക്കെ. സോ ഇത് സിമ്പിൾ ആയിട്ടുള്ള പ്രൂഫാണ്, ഡയറക്റ്റ് പ്രൂഫാണ്. ഈ അടുത്ത കാര്യം പറയാനുള്ളത് W1 യൂണിയൻ W2 ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്, നീഡ് നോട്ട് ബി എ സബ് സ്പേസ്. അപ്പോൾ സബ് സ്പേസ് ആയിക്കോണം എന്നില്ല. അപ്പം നമുക്ക് അതിനൊരു എക്സാമ്പിൾ കാണാം. അപ്പോൾ അതല്ലാന്ന് അവിടെ എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കാറുന്നതാണോ അല്ലയോ? ഞാൻ ചോദിച്ചില്ല, നേരിട്ട് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. കാരണം ഞാൻ എഴുതുന്ന സമയം കൂടി ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാ നോട്ട്സും എഴുതി വെച്ചിട്ട് പിന്നെ എടുക്കുന്നത്. അപ്പം നമുക്കത് ജസ്റ്റ് നോക്കാം. ഇപ്പം ഒരു കേസ് എടുത്ത് നോക്കാം നമുക്ക്. ഇപ്പം നമുക്ക് ഒരു സംഭവം ശരിയാണ്, ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് കാണിക്കാൻ നമ്മളിത് പ്രൂവ് ചെയ്യണം. പക്ഷെ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയല്ല എന്ന് കാണിക്കാൻ നമുക്കൊരു കൗണ്ടർ എക്സാമ്പിൾ കാണിച്ചാൽ പോരെ? ഒരു കൗണ്ടർ എക്സാമ്പിൾ കാണിച്ചാൽ മതി. ഓക്കെ. അപ്പം ഒരു സിമ്പിളായിട്ടൊരു കേസ് എടുക്കാം, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കേസ് എടുക്കാം. R3/R എടുത്തു. അതിൽ ഞാൻ ഒരു സ്പേസ് എടുത്തു, സെറ്റ് ഓഫ് ഓൾ xy 0 where xy belongs to R. W2 ഞാൻ എടുക്കുന്നത് സെറ്റ് ഓഫ് ഓൾ 0 0 z where z belongs to R. ഇത് രണ്ട് സബ് സ്പേസസ് ആണ്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടീഷൻ സിമ്പിൾ ചെക്കിംഗ് ആണ്, ഇവിടെ ഡയറക്റ്റ് ചെക്കിംഗ് ആണ്. ഇവിടുത്തെ അഡീഷൻ ഒക്കെ നമുക്ക് അറിയാം, യൂഷ്വൽ അഡീഷൻ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ഈ കേസിൽ ചോദ്യം ഇതാണ്, W1 യൂണിയൻ W2 അതൊരു സബ് സ്പേസ് ആണോ എന്നാണ് ചോദ്യം. നമുക്ക് എന്താ തോന്നുന്നത്? ഈ W1 യൂണിയൻ W2 യൂണിയൻ ഓപ്പറേഷൻ നമുക്ക് അറിയാം, ഇത് രണ്ട് സെറ്റ് അല്ലേ? W1 W2 രണ്ട് സെറ്റാണ്, അത്രേ ഉള്ളൂ. സബ്സെറ്റ് ഓഫ് R3 ആണ്. കളക്ഷൻ ഓഫ് എലിമെന്റ്സ്, അത് 1 2 0 ഉണ്ട്, -1 3 0 ഉണ്ട്, 100
-3/5 ഇതെല്ലാം എവിടെ ഉണ്ട്? W1 എലിമെന്റ്സ് ആണ്. തേർഡ് കോർഡിനേറ്റ് എപ്പോഴും 0 ആണ്. ഈ W2 പ്രത്യേകത എന്താ വെച്ചാൽ ഫസ്റ്റ് സെക്കൻഡ് കോർഡിനേറ്റ് 0 ആണ്, ബാക്കിയെല്ലാം തേർഡ് കോർഡിനേറ്റ് എപ്പോഴും നോൺ 0 എന്നല്ല. ഇത് രണ്ടും 0s ആണ്, പക്ഷെ ഇതിന് ഏത് വേണം എടുക്കാം. ഇപ്പൊ 0 ഉണ്ട്, Z0 ആയ ഈ എലിമെന്റും കിട്ടും നമുക്ക് ഇതിൻ്റെ അകത്ത്. അതുപോലെ ഇവിടെയും എക്സും വൈയും 0 ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എന്താ കിട്ടുക? 0 0 0 എന്ന എലിമെന്റും ഇവിടെ ഉണ്ട് എന്ന് കിട്ടുന്നുണ്ട്. ശരിയാണ്. ഇതിലെ പ്രത്യേകത എന്താ വെച്ചാൽ ഫസ്റ്റ് രണ്ട് കോർഡിനേറ്റ് 0, ലാസ്റ്റ് കോർഡിനേറ്റ് നോൺ 0 ആവാം. അപ്പം ഇങ്ങനത്തെ എലിമെന്റ്സ് ഒക്കെ ഇവിടെയുണ്ട്. അപ്പൊ ചോദ്യം എന്താ വെച്ചാൽ ഇതിന്റെ യൂണിയൻ ഒരു സബ്സ്പേസ് ആവുമോ R3/R എന്നാണ് ചോദ്യം. ആരാ പറയാം? നികിത പറഞ്ഞ. നികിത. ഈ നിതിൻ എന്ന് പറഞ്ഞ ആൾ ആരാണ്? നിതിൻ. ഇത് നമ്മുടെ ക്ലാസ്സിൽ ബോയ്സ് ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ. ആരാ പേര്? നിതിൻ എന്ന് പറഞ്ഞ ആളെ പേരെന്താ? ബ്രദറാണ്. ബ്രദറിന്റെ മെയിലിലായിരുന്നു ഫോണിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഓൺലൈൻ ക്ലാസ് തുടങ്ങിയപ്പോ പെട്ടെന്ന് ഓക്കെ. കുഴപ്പമില്ല. ഓക്കെ. അപ്പം നികിതനാണ് ചോദിച്ചല്ലേ? നികിത, ഇത് ശരിയാണോ? ഇതൊരു സബ്സ്പേസ് ആവുമോ? ഇതിപ്പോ യൂണിയനില് എലിമെന്റ് യൂണിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ. XYZ X, Y, Z belongs to R. X, Y, Z Such that where X, Y, Z belongs to R. ഇതാണോ യൂണിയൻ വരിക? അല്ലേ? അപ്പൊ ഈ എലിമെന്റ് ഈ സെറ്റിലുണ്ടോ? ഇവിടെ ഉണ്ടോ? ശരിക്കും ആലോചിച്ച് നോക്കിയാ എലിമെന്റ് ഉണ്ടാവുമെന്ന്. ഞാൻ ആ രണ്ട് സെറ്റിന്റെ യൂണിയൻ എടുത്തുള്ളൂ കേട്ടോ, വേറെ ഒന്നും ചെയ്തില്ല. ഐ ഹാവ് ജസ്റ്റ് ടേക്കൺ ദ യൂണിയൻ ഓഫ് ദോസ് ടു സെറ്റ്സ്. ഈ എലിമെന്റ് ഉണ്ട്, അതായത് അപ്പം 1 1 1 1 0 ഉണ്ട്. ഓക്കെ. 0 0 1 ഉണ്ട്, അതും ഓക്കെ. ഞാൻ സമ്മതിക്കും, കാരണം ഇത് ഇവിടെ ഉള്ള എലിമെന്റ് ആണ്, ഇത് ഇവിടെ ഉള്ള എലിമെന്റ് ആണ്. പക്ഷെ ഈ എലിമെന്റ് എവിടെ നിന്ന് വന്നു? ജസ്റ്റ് യൂണിയൻ മാത്രമാണ്. ഇവർ തമ്മിൽ ഒരു ഓപ്പറേഷൻ നമ്മൾ ചെയ്യുന്നില്ല. നമ്മളൊരു ഓപ്പറേഷൻ ചെയ്യുന്നില്ല. ചെയ്യുന്നുണ്ടോ? ഇല്ല അല്ലേ? അപ്പൊ ഈ എലിമെന്റ് ശരിക്കും എവിടെ അല്ല? ഇതിന്റെ അകത്തുണ്ടോ? ഈ സെറ്റിലുണ്ടോ ഈ എലിമെന്റ്? ഇത് രണ്ട് സെറ്റാണ്. രണ്ട് സെറ്റിന്റെ യൂണിയൻ നമ്മൾ എടുത്തു, നമുക്കൊരു സെറ്റ് കിട്ടി. ഈ സെറ്റിലെ എലിമെന്റ്സിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ രണ്ട് കളക്ഷൻ ആണ് ഈ ടൈപ്പില്. ഒരു കളക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേർഡ് കോർഡിനേറ്റ് ഇവിടെ രണ്ട് എലിമെന്റ്സ് ഉണ്ട്, ഇവിടെ 0 ആണ്. എല്ലാ എലിമെന്റ്സും ആ ടൈപ്പിലാണ്. പിന്നെയുള്ള കളക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് രണ്ട് കോർഡിനേറ്റ് 0 ആണ്, ലാസ്റ്റ് നോൺ 0 ആവാം. ഇങ്ങനത്തെ കളക്ഷൻ ആണ് അല്ലേ? യൂണിയൻ ചെയ്യുമ്പോൾ നമ്മൾ അവർ തമ്മിലൊന്നും ഓപ്പറേറ്റ് ചെയ്യുന്നില്ലല്ലോ. there is no operation between these vectors there, അല്ലേ? ജസ്റ്റ് നമ്മൾ രണ്ട് കളക്ഷൻ ഒരുമിച്ച് കൂട്ടി ഒരു ബാഗിൽ ഇട്ട് അത്രേ ഉള്ളൂ. ഒരു ബാഗിൽ നിങ്ങളുടെ അടുത്ത് ഈ സംഭവങ്ങളുണ്ട്, തേർഡ് കോർഡിനേറ്റ് 0 ആയിട്ടുള്ള കുറെ വെക്ടേഴ്സ് ഉണ്ട്. മറ്റൊരു ബാഗിൽ നിങ്ങളുടെ കയ്യിൽ ഫസ്റ്റ് രണ്ട് കോർഡിനേറ്റ് 0 ആയിട്ടുള്ള കുറെ വെക്ടേഴ്സ് ഉണ്ട്. ഇത് രണ്ടും കൂടി കൂട്ടി ഒരു ബാഗിൽ ഇട്ട് അത്രേ ഉള്ളൂ. ആ ബാഗിൽ ഇട്ട് അവർ തമ്മിലൊന്നും ചെയ്യുന്നില്ല, അവർ ജസ്റ്റ് സ്റ്റേയിങ്. ശരിയല്ലേ? അപ്പം ശരിക്കും ഇതൊരു സബ്സ്പേസ് ആയിരുന്നെങ്കിൽ, ഇത് സബ്സ്പേസ് ആയിരുന്നെങ്കിൽ ശരിക്കും എന്ത് സംഭവിക്കണമായിരുന്നു? ഇപ്പൊ നമ്മൾ രണ്ട് വെക്ടേഴ്സ് നമ്മൾ ഈ സ്പേസിൽ നിന്ന് എടുക്കുകയാണ്, ആൽഫയും ബീറ്റയും. എന്നിട്ട് C ആൽഫ പ്ലസ് ബീറ്റ എവിടെ ഉണ്ടാവണം? ഈ സ്പേസ് തന്നെ ഉണ്ടാവണമായിരുന്നു ശരിക്കും. അപ്പൊ ശരിക്കും ഇവിടെ ഞാൻ സിക്ക് 1 കൊടുത്ത് ഇതിന് ഞാൻ ആൽഫയും ഇതിന് ഞാൻ ബീറ്റയും കൊടുക്കുകയാണെങ്കിൽ, സിക്ക് ഞാൻ 1 കൊടുത്തു, ഇത് ആൽഫയും ഇത് ബീറ്റയും കൊടുക്കുകയാണെങ്കിൽ C ആൽഫ പ്ലസ് ബീറ്റ എന്താ വരിക? 1 1 1 വരും. ശരിക്കും ഈ വെക്ടർ ഈ സ്പേസിൽ ഉണ്ടാവണമായിരുന്നു, പക്ഷെ ഈ വെക്ടർ ഈ സ്പേസിൽ ഇല്ലല്ലോ, അല്ലേ? ക്ലിയർ ആണോ നികിത? ഈ വെക്ടർ ഈ സ്പേസിൽ ഉണ്ടോ? മനസ്സിലായോ? അതായത് നമ്മുടെ അടുത്ത് രണ്ട് സെറ്റാ ഉള്ളത്. ഒരു സെറ്റിലെ എലിമെന്റ്സിന് പ്രത്യേകത എന്ന് വെച്ചാൽ ഫസ്റ്റ് രണ്ട് കോർഡിനേറ്റ്സ് നോൺ 0 ആവാം, തേർഡ് എന്തായാലും ഫിക്സ്ഡ് ആയിട്ട് 0 ആണ്. സെക്കൻഡ് സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെറ്റിലെ എലിമെന്റ്സിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഈ ഫസ്റ്റ് രണ്ട് കോർഡിനേറ്റ്സും 0 ആണ്, കമ്പൽസറിലി 0 ആണ്. ലാസ്റ്റ് കോർഡിനേറ്റ് 0 ആവണമെന്നില്ല, നിർബന്ധമില്ല. ആ ടൈപ്പ് ഓഫ് എലിമെന്റ്സ് ആണ് ഇതിലുള്ളത്, W2 ലുള്ളത്.
അപ്പൊ ഇങ്ങനത്തെ എലിമെന്റ്സ് എല്ലാം കൂടി നമ്മൾ എടുത്തിട്ട് ഒരു കളക്ഷൻ എടുക്കുകയാണ്. അതിന്റെ യൂണിയൻ എന്ന് പറയുമ്പോൾ ജസ്റ്റ് എന്താ എടുക്കുന്നത് നമ്മൾ ഈ എല്ലാ വെക്ടേഴ്സും ഒരുമിച്ച് നമ്മളൊരു സെറ്റിൽ എടുത്തു, ഇത്രേ ഉള്ളൂ. അപ്പം ഇതില് ഉള്ള വെക്ടേഴ്സിന്റെ പ്രത്യേകത എന്തൊക്കെയാ? ഒന്നെങ്കിൽ ആ വെക്ടറിന്റെ തേർഡ് കോർഡിനേറ്റ് 0 ആയിരിക്കും, അല്ലേ? അല്ലെങ്കിൽ വേറെ വെക്ടർ ഉണ്ടെങ്കിൽ ആ വെക്ടറിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഫസ്റ്റ് 2 കോർഡിനേറ്റ് 0 ആയിരിക്കും, അല്ല? ഈ 2 പോസിബിൾ പ്രോപ്പർട്ടീസ് ഉള്ള വെക്ടേഴ്സ് അതിനകത്ത് ഉണ്ടാവുക. ഒരിക്കലും ഈ പറഞ്ഞ ഈ 111 ഒരിക്കലും വരില്ല ഇതിൻ്റെ അകത്ത്. കാരണം 111 ഇതിൽ ഉണ്ടാവണമെങ്കിൽ 111 ഇവിടെ ഉണ്ടാവില്ല എന്തായാലും. കാരണം എന്താ? 111 ഇവിടെ പറ്റില്ല. ഇവിടെ 0 വന്നാൽ മാത്രമേ അത് W1 ഉണ്ടാവുള്ളൂ. അപ്പൊ 111 എവിടെ ഇല്ല? W1 ഇല്ല. അതേപോലെ 111 W2 ഇല്ല. കാരണം ഇവിടെയും 0 വരണം, എന്നാലേ അങ്ങനത്തെ എലിമെന്റ്സ് W2 ഉള്ളൂ. അപ്പൊ രണ്ടിന്റെയും ജസ്റ്റ് യൂണിയൻ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ 111 എന്ന എലിമെന്റ് എന്തായാലും അവിടെ കിട്ടുന്നില്ല. ഇറ്റ് ഈസ് നോട്ട് ബിലോങ്ങിങ് ടു W1 യൂണിയൻ W2. പക്ഷേ ഇത് ശരിക്കും ഒരു സബ്സ്പേസ് ആവണമെങ്കിൽ നമുക്കറിയാം ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് നമ്മൾ 2 വെക്ടേഴ്സ് ഈ സ്പേസിൽ നിന്ന് എടുത്തിട്ട് ആൽഫയും ബീറ്റ എടുത്തിട്ട് സി ആൽഫ പ്ലസ് ബീറ്റ നമ്മൾ കണ്ടുപിടിച്ചാൽ നമുക്ക് അത് ഈ സ്പേസ് തന്നെ കിട്ടണം. പക്ഷെ നമ്മളിവിടെ സിക്ക് നമ്മൾ 1 ചൂസ് ചെയ്തിട്ട് ഒരു ആൽഫയും ബീറ്റ നമ്മൾ എടുത്തു. അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് 1 ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ, അതായത് ആൽഫ പ്ലസ് ബീറ്റ എന്ന് വരും. ഇത് രണ്ടും ആഡ് ചെയ്യാം. അപ്പോൾ എന്താ വരിക? 1 + 0 1 1 + 0 1 0 + 1 1. അപ്പോൾ 1 1 1 എന്ന വെക്ടർ കിട്ടും. അപ്പോൾ ഈ വെക്ടർ എവിടെ ഇല്ല? ഈ വെക്ടർ ഇതിൻ്റെ അകത്തില്ല. നമുക്ക് എന്ത് പറയാം? ദിസ് ഡസ് നോട്ട് ബിലോങ് ടു W1 intersection W2. Sorry, W1 union W2. അപ്പം that means that this W1 union W2 need not be a subspace. Okay, a subspace ആയിക്കോണമെന്നില്ല. അതിനൊരു എക്സാമ്പിൾ ആണ് നമ്മളിപ്പോൾ കണ്ടത്. ഓക്കെ ഓക്കെ നൗ വേറൊരു സ്പേസ് ഉണ്ട്, W1 plus W2. It is defined as set of all small w1 plus small w2 where w1 belongs to capital W1 and w2 belongs to capital W2. ഇത് വേറെ സ്പേസ് ഓഫ് വെക്ടേഴ്സ് ആണ്, W1 plus W2. അതായത് നമ്മൾ W1 ക്യാപിറ്റൽ W1 എലിമെന്റ്സ് എടുക്കുന്നു, സെക്കൻഡ് W2 എലിമെന്റ്സ് എടുക്കുന്നു, വി ആർ ആഡിങ് ഇറ്റ് W1 plus W2. ഇങ്ങനത്തെ കളക്ഷനാണ് നമ്മൾ ഈ സെറ്റിൽ ഉണ്ടാവുക, ഈ ഒരു സ്പേസിൽ ഉണ്ടാവുക. W1 plus W2, set of all vectors of this form, W1 plus W2 where W1 belongs to W1 and W2 belongs to W2. ഈ ടൈപ്പ് ഓഫ് സ്പേസ് ഒരു സബ്സ്പേസ് ആയിരിക്കും. അപ്പം ഇത് നിങ്ങളൊന്ന് നാളത്തെ ചെയ്യുക. അതായത് നമ്മൾ ഇതിന്റെ പ്രൂഫ് നമ്മൾ ചെയ്തില്ലേ, W1 intersection W2, അതുപോലെ ഇതിന്റെ പ്രൂഫ് നിങ്ങളൊന്ന് എഴുതുക. ഇത്ര ചെയ്യേണ്ടതുള്ളൂ. 2 എലിമെന്റ്സ് എടുക്കുക, ഇതിൻ്റെ അകത്തുനിന്ന് ആൽഫയും ബീറ്റ എടുക്കണം. അപ്പോൾ ആൽഫേന്റെ പ്രത്യേകത എന്തായിരിക്കും? ഒരു W1 plus W2 ആയിരിക്കും. ബീറ്റ വേറൊരു W1 വേറെ നിങ്ങൾ വേറെ എന്തെങ്കിലും ഒരു x1 plus x2 എടുക്കുക. എന്നിട്ട് C ടൈംസ് ആൽഫ പ്ലസ് ബീറ്റ ഷുഡ് ബിലോങ് ടു ഇതെന്ന് കാണിക്കണം. ഡയറക്റ്റ് ഈ പ്രൂഫ് നമ്മളിവിടെ ഇതിന്റെ കേസ് ചെയ്ത പോലെ ചെയ്ത് വെക്കുക. അപ്പോൾ ഇത് ഒരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ഇൻ ജനറൽ ഇത് ഇപ്പോൾ W1 W2 എക്സെട്ര WN ഒരു ആർബിട്രറി കളക്ഷൻ നമ്മൾ എടുക്കുകയാണെങ്കിലും അതിന്റെ പ്ലസ് ഈസ് ഓൾവേസ് എ സബ്സ്പേസ് ഓഫ് വി. അതും ട്രൂ ആണ് ശരിക്കും. അപ്പോൾ നിങ്ങൾ ഇതിന്റെ പ്രൂഫ് അതിന്റെ പ്രൂഫൊക്കെ സെയിം പ്രൂഫ് തന്നെ വരിക, സെയിം പോലെ തന്നെ പ്രൂഫ് ചെയ്യും. ഇപ്പം ഇന്റർസെക്ഷൻ ഞാൻ പറഞ്ഞ പോലെ ആർബിട്രറി കളക്ഷൻ എടുക്കുകയാണെങ്കിൽ ഒരേ പ്രൂഫാണ് പോവുക, ഒരേ സ്റ്റൈലാണ് പ്രൂഫ് പോകുന്നത്. അപ്പം ഇവിടെ നിങ്ങൾ ഇതൊന്ന് നാളത്തേക്ക് ഒന്ന് നോക്കാം. ഓക്കെ, W1 plus W2 സബ്സ്പേസ് ആണ് എന്നുള്ള ഒരു പ്രൂഫ് നിങ്ങൾ നാളത്തേക്ക് നോക്കാം. പിന്നെ ഇനി ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു അല്ലേ, ഇത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഹോംവർക്ക് ആയിട്ട് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞ കാര്യം, അതായത് വി ഒരു വെക്ടർ സ്പേസ് ഓവർ ദ ഫീൽഡ് എഫ് ആണ്. ഇന്റർസെക്ഷൻ ഓഫ് എനി കളക്ഷൻ ഓഫ് സബ്സ്പേസ് ഓഫ് വി ഇസ് എ സബ്സ്പേസ് ഓഫ് വി. അതായത് ഒരു ആർബിട്രറി കളക്ഷൻ നിങ്ങൾ എടുത്തിട്ട് എടുക്കുകയാണ് വെക്ടർ സബ്സ്പേസസിന്റെ W1 W2 എക്സെട്ര. യു ടേക്കിംഗ് ആർബിട്രറി കളക്ഷൻ and when you take the intersection of these subspaces W1 intersection W2 etc intersection WN
ഇപ്പോൾ ഫൈനൈറ്റ് എടുക്കുകയാണെങ്കിൽ ഫൈനൈറ്റ് കേസ് എടുക്കുകയാണെങ്കിൽ അത് എന്തായാലും സബ്സ്പേസ് ആയിരിക്കും, വിന്റെ സബ്സ്പേസ് ആയിരിക്കും. ഇതൊരു ജനറൽ റിസൾട്ടാണ്. അപ്പോൾ ഇതിന്റെ പ്രൂഫ് ഇവിടെ ഐഡന്റിക്കലിന് എഴുതിയിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ 2x2ന്റെ രണ്ട് വെക്ടർ സ്പേസ്, രണ്ട് സബ്സ്പേസിന്റെ കേസ് നമ്മൾ ചെയ്തു. ഇതേ സെയിം പ്രൂഫ് അവിടെ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ട്. എന്താ? ഹലോ, ഇപ്പൊ റെഡി. ഇത് ഇങ്ങനെ കട്ടായി കളിച്ചേ. കട്ട് ആവുന്നുണ്ടേ പറയണേ. റെഡി ആയിക്കണേ. ആണല്ലേ? ഇവിടെ കുഴപ്പമില്ല, റേഞ്ച് പ്രശ്നം ഉണ്ടാവാറില്ല. ഞാനറിയില്ല, നോക്കാം. ഓക്കെ ഓക്കെ, നിങ്ങൾ എന്നെ കട്ടാവണമെന്ന് പറഞ്ഞാൽ മതി. സൗണ്ട് കട്ടാവുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഇനിയും ഒരു നമ്മൾ കുറച്ച് ദിവസം മുമ്പ് നമ്മൾ ലീനിയർ ഇൻഡിപെൻഡൻസ് ആൻഡ് ഡിപെൻഡൻസ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് പറഞ്ഞു. അത് മെട്രിസസിന്റെ കേസിൽ നമ്മൾ ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. റോസ് എപ്പോഴാണ് ലീനിയർ ഇൻഡിപെൻഡന്റ് ആവുക, ഡിപെൻഡ് ആവുക, അല്ലെങ്കിൽ കോളംസ് എപ്പോഴാണ് ഇൻഡിപെൻഡന്റ് ആവുക, ഡിപെൻഡ് ആവുക എന്നുള്ള, ലീനിയർലി ഇൻഡിപെൻഡന്റ് ആവുക, ലീനിയർലി ഡിപെൻഡന്റ് ആവുക എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കൊരു സ്പാൻ ഓഫ് ഒരു വെക്ടർ സ്പേസ് വി എടുത്തു, അതിന്റെ ഒരു സബ്സെറ്റ് നിങ്ങൾ എടുത്തു എസ്. ഓക്കെ, then we have the notion of span of S, അല്ലെങ്കിൽ ലീനിയർ സ്പാൻ ഓഫ് എസ് എന്ന് പറയും. ഒരു സംഭവം ഉണ്ട്, ലീനിയർ സ്പാൻ ഓഫ് എസ്. എന്താണ് നമ്മൾ ജസ്റ്റ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് വേറെ ഒന്നല്ല, ഡെഫിനിഷൻ നമുക്ക് ജസ്റ്റ് നോക്കാം. ലെറ്റ് എസ് ബി എ സെറ്റ് ഓഫ് വെക്ടേഴ്സ് ഇൻ എ വെക്ടർ സ്പേസ് വി. വെക്ടർ സ്പേസ് വി എന്നൊരു സെറ്റ് ഓഫ് വെക്ടേഴ്സ് എടുക്കുക, അത് നമ്മൾ എസ് ആയി ഡിനോട്ട് ചെയ്യാം. then the subspace spanned by S. Subspace spanned by S is defined to be the intersection W of all subspace of V which contains S. അതായത് എസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന വിന്റെ എല്ലാ സബ്സ്പേസും. ഇപ്പൊ വി നിങ്ങൾ എടുത്തു, എസ് ഒരു സെറ്റ് ഉണ്ട്, അപ്പം എസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന വിന്റെ എല്ലാ സബ്സ്പേസസും, ഓക്കെ, ഇതിന്റെ ഒക്കെ ഇന്റർസെക്ഷൻ, അതായത് എസ് ബി എ സെറ്റ് ഓഫ് വെക്ടേഴ്സ് ഇൻ വെക്ടർ സ്പേസ് വി, സബ്സ്പേസ് സ്പാൻഡ് ബൈ എസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ടു ബി ദ ഇന്റർസെക്ഷൻ ഓഫ് ഓൾ സബ്സ്പേസ് ഓഫ് വി വിച്ച് കണ്ടെയ്ൻ എസ്. എസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന വിന്റെ എല്ലാ സബ്സ്പേസസും, അതിന്റെ ഇങ്ങനത്തെ ഡിഫറെന്റ് എസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന വേറെ എല്ലാ W1, W2, W3 അങ്ങനെ ഒരുപാട് സബ്സ്പേസ് ഉണ്ടാവും. ഈ എല്ലാ സബ്സ്പേസുകളുടെയും ഇന്റർസെക്ഷൻ ആണ് ശരിക്കും സബ്സ്പേസ് സ്പാൻഡ് ബൈ എസ് എന്ന് പറയുന്നത് നമ്മൾ, അല്ലെങ്കിൽ നമ്മൾ സ്പാൻ ഓഫ് എസ് എന്ന് പറയും. അതായത് സ്പാൻ ഓഫ് എസ് അല്ലെങ്കിൽ ലീനിയർ സ്പാൻ ഓഫ് എസ് എന്ന് പല പേരിൽ നമ്മളിതിനെ വിളിക്കും. അപ്പം എസ് ഒരു ഫൈനൈറ്റ് സെറ്റ് ഓഫ് വെക്ടേഴ്സ് ആണെങ്കിൽ, അതായത് ഫൈനൈറ്റ് നമ്പർ ഓഫ് വെക്ടേഴ്സ് ആ സെറ്റിലുള്ളൂ, അതിൽ n നമ്പർ ഓഫ് എലിമെന്റ്സേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പറയുള്ളൂ, വി കോൾ ദാറ്റ് W is a subspace spanned by the vectors alpha1, alpha2, etc. alpha n. ഡയറക്റ്റ് നമ്മൾ ഇൻസ്റ്റെഡ് ഓഫ് സേയിങ് സബ്സ്പേസ് സ്പാൻഡ് ബൈ എസ്, ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് എലിമെന്റ്സ് ആണ്, ജസ്റ്റ് നമ്മൾ ഇങ്ങനെ പറയും, ദാറ്റ്സ് ഓൾ, ദാറ്റ് സബ്സ്പേസ് സ്പാൻഡ് ബൈ വെക്ടേഴ്സ് എടുത്ത് പറയും. അപ്പം ഇവിടെ ലീനിയർ സ്പാൻ അല്ലെങ്കിൽ സബ്സ്പേസ് സ്പാൻഡ് ബൈ എസ് ഇസ് നത്തിങ് ബട്ട് ഇറ്റ് ഇസ് ഡിഫൈൻഡ് ടു ബി ദ ഇന്റർസെക്ഷൻ ഓഫ് ഓൾ സബ്സ്പേസസ് ഓഫ് വി വിച്ച് കണ്ടെയ്ൻസ് എസ്. എസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന വിന്റെ എല്ലാ സബ്സ്പേസുകളുടെയും ഇന്റർസെക്ഷൻ ആണ് നമ്മൾ സബ്സ്പേസ് സ്പാൻ ബൈ എസ് അല്ലെങ്കിൽ ലീനിയർ സ്പാൻ ഓഫ് എസ് എന്ന് പറയുന്നത്. അപ്പം ഇത് നമ്മൾ ഇത് കുറച്ചൊരു എന്താ പറയാ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്താന്ന് പറയാൻ പറ്റും. അത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, നമ്മൾ എഴുതിയിട്ടുണ്ട് ശരിക്കും നമ്മൾ ആ ഇൻഡിപെൻഡൻസ് ഒക്കെ പറഞ്ഞപ്പോൾ. ഇതാണ് റിസൾട്ട്. ഈ റിസൾട്ട് വെച്ച് നമുക്ക് അറിഞ്ഞാൽ നമുക്ക് നേരിട്ട് പറയാം എന്താ സംഭവം. Subspace spanned by a non-empty subset S of a vector space is the set of all linear combination of vectors in S. അതായത് എക്സാമ്പിൾ ഞാൻ പറയാം, അപ്പൊ ക്ലിയർ ആവും. ആ റിസൾട്ട് നമുക്ക് പ്രൂവ് ചെയ്യാം. അതെന്താ പറയുന്നത് വെച്ചാൽ, ഇപ്പൊ നമ്മളിപ്പം R3/R നമ്മൾ എടുക്കുകയാണെന്ന് വിചാരിച്ചു. ഓക്കെ, R3/R നമ്മൾ എടുത്തിട്ട് വെക്ടർ സ്പേസ് എടുത്തിട്ട് ഞാൻ 3 വെക്ടേഴ്സ് എടുത്തു, X1 0 0, Y 0 1 0, Z 0 0 2. ഓക്കെ, അപ്പം ഇവിടെ എന്താ പറയുന്നത്, സബ്സ്പേസ് സ്പാൻഡ് ബൈ നോൺ-എംപ്റ്റി സബ്സെറ്റ് എസ്. അപ്പൊ ഇവിടെ നമ്മൾ എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ X, Y, Z ആണ്. ഓക്കെ, ഇതാണ് നമ്മൾ എസ്.
So subspace spanned by a non-empty subset S of a vector space is a set of all linear combination of vectors in S. അതായത് ഈ സെറ്റിലുള്ള എല്ലാ വെക്ടേഴ്സിനെയും linear combinations, എല്ലാ linear combinations, അതായത് some C1x plus C2y plus C3z, where C1, C2, C3 runs over your complete field. Okay, അതായത് അങ്ങനത്തെ എല്ലാ കോമ്പിനേഷൻസും ആണ് നിങ്ങളെ സ്പാൻ ഓഫ് എസ്. ഓക്കെ, അല്ലെങ്കിൽ സബ്സ്പേസ് സ്പാൻഡ് ബൈ എസ് എന്ന് പറയുന്നത് ഇതാണ് സംഭവം. അതായത് വേറൊന്നുമല്ല, ആ വെക്ടേഴ്സിന്റെ എല്ലാ ലിയർ കോമ്പിനേഷൻസും. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഇവിടെ ഇത് എസ് ആക്കി എടുത്തല്ലോ. അപ്പം ഇപ്പൊ ഞാൻ C1ക്ക് ഞാൻ ഒരു 1 കൊടുത്തു, C2ന് ഞാൻ ഒരു 2 കൊടുത്തു, C3ക്ക് ഞാൻ ഒരു 3 കൊടുത്തു. ഇതൊക്കെ റിയൽ നമ്പേഴ്സ് ആണ്. C1, C2, C3 ബിലോങ്സ് ടു R. അങ്ങനെ അപ്പൊ എനിക്ക് ഒരു എലിമെന്റ് കിട്ടും സ്പാൻ ഓഫ് എസിൽ. ഏതാ എലിമെന്റ്? C1 ടൈംസ് എക്സ് 1 ടൈംസ് 1 0 0 പ്ലസ് C2 ടൈംസ് y. C2 ടൈംസ് C2 2 അല്ലേ? ഓക്കെ, C2 പറയുമ്പോൾ 2 ആണ്. 2 ടൈംസ് 0 1 0 പ്ലസ് C3 ടൈംസ് z 3 ടൈംസ് 0 0 2. ഇതെന്താ വരിക? 1 പ്ലസ് ഇത് 1 വരും, പിന്നെ 2 വരും. ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുക. ലാസ്റ്റ് എൻട്രി എന്താ വരിക? 6 വരും അല്ലേ? 6. അപ്പം അതെ, ഇതൊരു അപ്പൊ നമുക്ക് 1 2 6 എന്ന വെക്ടർ ശരിക്കും നമുക്ക് ഈ മൂന്ന് വെക്ടേഴ്സിന്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ ആണ് അല്ലെ 1 2 6 പറഞ്ഞാൽ. അങ്ങനെ നിങ്ങൾക്ക് ഈ ഇവിടെ ഞാൻ C1 1 2 3 എടുത്തതിനെ കൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വെക്ടർ കിട്ടി. ഇവിടെ നിങ്ങൾക്ക് ഏത് റിയൽ നമ്പർ വേണം എടുക്കാം, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഫീൽഡ് അനുസരിച്ച് ഇപ്പൊ ആ ഫീൽഡ് ഏതാണ് നമ്മൾ വെക്ടർ സ്പേസ് ഡിഫൈൻ ചെയ്യുമ്പോൾ ആ ഫീൽഡിൽ ഏത് എലിമെന്റ് വേണം ഇവിടെ എടുക്കാം. അങ്ങനെ നിങ്ങൾ എലിമെന്റ്സ് മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോ പുതിയ പുതിയ വെക്ടേഴ്സ് കിട്ടില്ല ഇവിടെ. അങ്ങനെ കിട്ടുന്ന ഈ C1 C2 C3 നിങ്ങൾ മൊത്തം ഓവർ R നിങ്ങൾ വേരി ചെയ്യണം. അതായത് ആറിലുള്ള എല്ലാ C1 C2 C3 നിങ്ങൾ ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് പുതിയ പുതിയ വെക്ടേഴ്സ് കിട്ടും. അങ്ങനെ ആ എല്ലാ വെക്ടേഴ്സിന്റെയും കളക്ഷൻ ആണ് നിങ്ങൾ സ്പാൻ ഓഫ് എസ്. അതായത് സെറ്റ് ഓഫ് ഓൾ ലീനിയർ കോമ്പിനേഷൻസ് ഓഫ് ദ വെക്ടേഴ്സ് എക്സ് വൈ ആൻഡ് സെഡ്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. അപ്പം സബ്സ്പേസ് സ്പാൻഡ് ബൈ എ നോൺ-എംപ്റ്റി സബ്സെറ്റ് എസ് ഓഫ് വെക്ടർ സ്പേസ് ഇസ് നത്തിങ് ബട്ട് സെറ്റ് ഓഫ് ഓൾ ലീനിയർ കോമ്പിനേഷൻസ് ഓഫ് വെക്ടേഴ്സ് ഇൻ എസ് എന്നാണ്. അപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ വേറൊന്നുമല്ല, ഒരു വെക്ടർ സ്പേസ് എടുത്തിട്ട് നിങ്ങൾ കുറച്ച് വെക്ടേഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ വെക്ടേഴ്സിന്റെ എല്ലാ ലിയർ കോമ്പിനേഷൻസും എന്ന് പറയുമ്പോൾ ഈ ഫോർമുല ലിയർ കോമ്പിനേഷൻ വരിക അല്ലെ. അതിൻ്റെ അകത്ത് ഈ കോൺസ്റ്റൻസ് നിങ്ങൾക്ക് വേരി ചെയ്യണം. യു ക്യാൻ വേരി ദിസ് കോൺസ്റ്റന്റ്. ഇത് ജസ്റ്റ് C1 C2 C3 ബിലോങ്സ് ടു R എന്നേ പറഞ്ഞോളൂ. അപ്പൊ ഡിഫറെന്റ് CIs കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് എലിമെന്റ്സ് ജനറേറ്റ് ആവും. അങ്ങനെ ജനറേറ്റ് ആവുന്ന എല്ലാ എലിമെന്റ്സും കൂടി ഒരുമിച്ച് ഒരു സെറ്റിൽ ഇട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് നിങ്ങൾ സബ്സ്പേസ് സ്പാൻഡ് ബൈ എസ് അല്ലെങ്കിൽ സ്പാൻ ഓഫ് എസ്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഈ സ്പാൻ ഓഫ് എസിൽ 0 0 0 ഉണ്ടോ? ഈ സ്പാൻ ഓഫ് എസിൽ 0 0 0 എന്ന എലിമെന്റ് ഉണ്ടോ? ഉണ്ടാവില്ലേ? C1 C2 C3 മൂന്നും 0 എടുത്തു കഴിഞ്ഞാൽ 3 റിയൽ നമ്പേഴ്സ് എടുക്കണം എന്നല്ലേ ഉള്ളൂ. 3 റിയൽ നമ്പേഴ്സ് 0 എടുത്തിട്ട് എന്താ വരിക? ഓബിയസ്ലി ഇത് 0 വരും. ആ 0 എലിമെന്റ് ഉണ്ട് അല്ലെ? സ്പാൻ ഓഫ് എസിൽ 0 എലിമെന്റ് ഉണ്ട്. ഓക്കെ, അപ്പം സിംപ്ലി സ്പീക്കിംഗ്, subspace spanned by a non-empty subset S of a vector space is nothing but a set of all linear combination of vectors in S. S-ലുള്ള എല്ലാ ആ S-ലുള്ള വെക്ടേഴ്സിന്റെ all linear combinations will give you the subspace spanned by that particular non-empty set. അത് നമ്മൾ ചിലപ്പോൾ സ്പാൻ ഓഫ് എസ് എന്ന് വിളിക്കാറുണ്ട്, ചിലപ്പോൾ നമ്മൾ ലീനിയർ സ്പാൻ ഓഫ് എസ് എന്ന് വിളിക്കാറുണ്ട്. ചില ബുക്സിലൊക്കെ ലീനിയർ സ്പാൻ ഓഫ് എസ് എന്ന് കാണുന്നത് നമുക്ക്, ചിലതിൽ നിങ്ങൾ സിംപ്ലി സ്പാൻ ഓഫ് എസ് എന്ന് പറയും. അപ്പം ഇതിന്റെ ആക്ച്വൽ ഡെഫിനിഷൻ ഇതാണ്. പക്ഷെ നമ്മൾ പ്രോബ്ലം ഓറിയന്റഡ് ആയിട്ടൊക്കെ നമ്മൾ നീങ്ങുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ എനിക്ക് മനസ്സിലാവും അല്ലേ. രണ്ടും സിമ്പിൾ ആണ്, ഞാൻ ജസ്റ്റ് പറയാം. ഇവിടെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന വിന്റെ എല്ലാ സബ്സ്പേസുകളുടെയും ഇന്റർസെക്ഷൻ. അതാണ് നമ്മൾ ലീനിയർ സ്പാൻ ഓഫ് എസ് എന്ന് എടുക്കുന്നത്. അപ്പൊ അതിന് വേറൊരു ഡെഫിനിഷൻ വേണം നമുക്കിത് കാണാം. ഈ റിസൾട്ട് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് വേറെ ഡെഫിനേഷൻ ആയിട്ട് എടുക്കാം. ഇത് വേണം നമുക്ക് യൂസ് ചെയ്യാം. അതപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു.
അപ്പോൾ നമുക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് 8:30 ആയെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് നാളെ കണ്ടിന്യൂ ചെയ്യാം ഇതിൻ്റെ ബാക്കി. അപ്പം ഞാനിന്ന് ഒരു മിനിറ്റ് പിന്നെ ഞാൻ ടൈമിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? അത് നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ഈ ടൈമിൽ തന്നെ പോവാം. ഇപ്പം 7:30 8:30 ഈ ടൈമിൽ തന്നെ നമുക്ക് മുമ്പോട്ട് പോകാം. ഞാൻ എന്താണെന്ന് വെച്ചാൽ രാവിലെ നടക്കുകയാണെങ്കിൽ ഒരു നല്ല കാര്യമായിരുന്നു, അതുകൊണ്ടായിരുന്നു ചോദിച്ചത്. കുഴപ്പമില്ല, നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങളെ